എന്റെ ചന്ദ്രിക, എന്റെ മോനെ നീ ഒന്ന് സമാധാനപ്പെടടാ. ആളിനെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. നീ കരയാതിരിക്ക്. ആ പെണ്ണ് കാണാൻ പോയി വന്നപ്പോ തൊട്ടാ ഞാൻ അവനോട് പറഞ്ഞതാ ആ പെണ്ണ് നമുക്ക് വേണ്ട വേണ്ടാന്ന്. കേക്കണ്ടേ? അമ്മയോട് ഞാൻ എത്ര പെണ്ണ് കാണാൻ പോകുന്നത്, ഞാൻ എത്ര ലീവിന് വന്ന് പോയിട്ട് കിട്ടിയ പെണ്ണാണ്. 40-40 വയസ്സാകുമ്പോ എനിക്ക് കിട്ടിയ പെണ്ണല്ലേ പോയത്. ഞാനും നിന്റെ അച്ഛനും കൂടെ നിനക്ക് വേണ്ടി എത്ര പെണ്ണ് കണ്ടെന്നാ. എന്റെ ചന്ദ്രിക പോയില്ലേ എന്ന് കണ്ടിട്ട് എന്ത് കാര്യം? എന്റെ ആദ്യ രാത്രി പോലും കംപ്ലീറ്റ് ആയിട്ടാ. ഇനി ഞാൻ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കുവോ? കരയാണോ നീ ഇങ്ങനെ കിടന്നിട്ട്? അയ്യയ്യേ, നാണം ഉണ്ടോടാ നിനക്ക് ഇങ്ങനെ കിടന്ന് പോകുന്നതിനായിട്ട്? ഞാനും അമ്മയും നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാടാ അവള് വേണ്ട വേണ്ട. അവളൊന്ന് ഇളിച്ചു കാണിച്ചപ്പോഴത്തേക്ക് അവന് ഒളിച്ചു പോയി. ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ അച്ഛനാ ഇവനെ ഇങ്ങനെ പെൺകോന്തനാക്കിയത്. പെൺകോന്തത്തിന്റെ കേക്ക് കഞ്ഞിക്കാളിൽ എടാ എന്റെ കെട്ടിയനെ പറഞ്ഞാണ്ടല്ലോ, ചുമ്മാ അല്ലടാ ഊളെ നിന്റെ പെണ്ണുമ്പോൾ ഒളിച്ചോടി. എന്റെ പെണ്ണുമ്പോൾ ഒളിച്ചോടൂല. നിങ്ങൾ സ്റ്റേഷനിൽ പോയ കാര്യം എന്തായി? എന്താ അവർക്ക് ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ കേണലാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് വിശ്വാസം വരുന്നില്ല. കിടക്കുന്ന എനിക്ക് തന്നെ വിശ്വാസമില്ല. പിന്നെ ഞാൻ അളിയനെ പരിചയപ്പെടുത്താനാ പോലീസ് സ്റ്റേഷനിൽ പോയത്. എന്റെ ചന്ദ്രനെ കാണുന്നില്ല പറഞ്ഞിട്ടേ. അത് ശരിയാണല്ലോ. നിങ്ങൾ ആ പെണ്ണ് ഒളിച്ചോടി പോയ കാര്യം പറയാനല്ലോ സ്റ്റേഷനിൽ. എന്റെ പെണ്ണ് ഒളിച്ചോടിയിട്ടാ. സ്റ്റേഷനിലൊരു സുമതി കോൺസ്റ്റബിൾ ആണ്. നല്ല മുഖത്തും മറുതൊക്കെ ഉള്ള നല്ല സുന്ദരി കുട്ടി. അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. SI വന്നോടെ ഇങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. നിങ്ങളുടെ കവിളത്ത് മാറുകളുള്ള സുന്ദരി ഞാൻ ശരിയാക്കി തരാട്ടാ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ അളിയന്റെ പെണ്ണ് കാരണമാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ വയ്യാതാരോ. അളിയന്റെ കയ്യിലിരിപ്പിൽ എന്റെ പെണ്ണിനെ പറയണ്ട. എന്റെ കാര്യത്തിൽ തീരുമാനമാവും. പറഞ്ഞത് ശരിയാണല്ലേ, പെണ്ണ് ഒളിച്ചോടി പോയത് തന്നെ. അച്ഛാ പോലീസ് എത്തി. പോലീസ് ആരാ അച്യുതൻ? സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത്? ഓ, താങ്കളുടെ ഭാര്യയാണ് കാണാതെ പോയത്? മകന്റെ ഭാര്യയാണ്. എന്താണ് നിന്റെ പേര്? സുമേഷ്. ഇവിടെ മാറിക്ക്. ഇങ്ങോട്ട് മാറി. സുമേഷേ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കാര്യങ്ങൾ ഈസിയാവും. അല്ലെങ്കിൽ എന്റെ സ്വഭാവം ആ, എന്താണ് സംഭവിച്ചത്? സ്ത്രീധനം തരാത്തതിന്റെ പേരിൽ നിങ്ങൾ ആ പെണ്ണിനെ എന്ത് ചെയ്തു? ഞാൻ ശ്രീധരൊന്നും വാങ്ങിയിട്ടാണ്. ഞാൻ ആറ്റുതോറ്റൊരു പെണ്ണിനെ കിട്ടിയ മതി മതി മതി, നിന്റെ അഭിനയമൊക്കെ മതി, കാര്യം പറ. സങ്കടമുണ്ട്. എങ്ങനെയെങ്കിലും അതിനല്ലേ ഞങ്ങൾ വന്നേക്കണത്. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞാൽ സംഭവം ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. ഇന്നലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടിയോ പിടിയോ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല സാറേ, ഇന്നലെ എന്റെ ആദ്യ രാത്രി ആയിരുന്നു സാറേ. ഈസി, കഥയിൽ ട്വിസ്റ്റ് ഉണ്ടല്ലോ. എന്റെ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ എന്റെ ചന്ദ്രിക. കിടുക്കൻ പീസാണല്ലോ സാറേ. അല്ല, കിടുക്കൻ കേസാണല്ലോ സാറ് പീസ് പറഞ്ഞേട്ടാ. മര്യാദക്ക് പറഞ്ഞില്ല തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാർ തൊപ്പി ചൊന്തിരി തുപ്പുന്നേ. ആ അല്ലേ പിന്നെ. എടാ, നിനക്ക് നിന്റെ പെണ്ണിനെ പിടിക്കണം സാർ. എന്നാ ഇന്നലെ മണിയേറി നടന്ന കാര്യങ്ങൾ മണിയായിട്ട് പറയാം സാർ. ആ, PC കുറിച്ചിട്ടോ. കുറിക്കാനുള്ള സാധനം വരുന്നേക്ക് തീർത്തില്ല സാർ. കുറിച്ചിട്ടോളാൻ സാർ. ഇന്നലെ ആദ്യ രാത്രി ആയതുകൊണ്ട് ഒരു 11 മണിയാകുമ്പോ ഞാൻ മണിയേറി കയറി. ഇവിടെ എന്തിനാടാ 11 മണി വരെ ആക്കണത്? 10 മണിക്ക് തന്നെ കയറിക്കൂടെ? ലാഗാണ് സാറെ. കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവന്മാര് പോണ്ടേ? ഇവന്മാരെ കൊണ്ട് തോറ്റി. ഈ കൂട്ടുകാരന്മാര് 2 ആഴ്ച മുന്നേ വരും, ചവിട്ടി പുറത്താക്കിയാലും പോയല്ല. എന്നിട്ട് സാറേ, ഞാൻ ഈ ബെഡ്റൂമിലോട്ട് കയറിയപ്പോ ആ മണിയറിയെല്ലാം കണ്ടപ്പോല്ലേ സാറേ, ഞാൻ ആകെ വല്ലാതെ ടെൻഷൻ വന്നു സാറേ. വരും, ടെൻഷൻ വരും.
സ്വാഭാവികം. ആദ്യല്ലേ അതെ. അപ്പൊ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് അല്ലേ സാറേ? ആ എക്സൈറ്റ്മെന്റില് ഒരു ടെൻഷൻ തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഡ്യൂട്ടി ഫ്രീ എന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി ഉണ്ട്. ഞാൻ 2 അടിച്ചിട്ട് ഒരു മൂടാക്കാൻ വേണ്ടിട്ട്. ദുഷ്ട, അന്നേരം നീ എന്നെ ഓർത്തോ? ഇനി എന്തെങ്കിലും അതിന് ബാക്കി ഇരിപ്പുണ്ടാ? നശിപ്പിച്ച് ആ ഫ്ലോ അങ്ങ് കളഞ്ഞി. നീ ആരാടാ ഇതിന്റെ അങ്ങ് ലഡാക്കില് ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് നേരെ ഈ വിരിമാറ് ചാർത്തി കൊടുത്തവനാണ് കേണൽ KK. ആ നിന്റെ വെടിവെപ്പൊക്കെ അങ്ങ് ലഡാക്കിൽ മതി. ഈ മുണ്ടൂരി ആര് വെടിവെക്കണോന്ന് ഈ രാജൻ പറയും. SI രാജൻ. സാറിന് ശരിക്കും എന്നോട് മനസ്സിലായിട്ടില്ല. ഞാൻ എന്റെ യൂണിഫോമിലാണ് വന്നിരുന്നെങ്കിലേ നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ സല്യൂട്ട് ചെയ്തേനെ. ഈ SI രാജന് വേറൊരു പേരുണ്ട്, കരിക്കിനടി രാജൻ. അത് ഇവിടെ കുറേ ഉണ്ട്. എന്ത് കരിക്കേ? PC പറഞ്ഞു കൊടുക്ക്. കേട്ടതിനേക്കാൾ വലുതാണ് കരിക്കടി രാജനും സത്യം. ഒരു കരിക്കും ഒരു തോർത്തുണ്ടെങ്കിൽ എത്ര വലിയ കേസും തീർത്തോടാണ് SI. അയ്യോ സാറേ, ഇവിടെ കഴിക്കൊന്നും ഇരിപ്പില്ല. കട്ടൻ ചായ തരാം. കേട്ടിട്ടുണ്ട്. മര്യാദക്ക് നിന്നില്ലെങ്കിൽ മാൻമിസിംഗ് കേസിൽ പിടിച്ച് അകത്തിട്ടു. മാറി നിൽക്കാണ്ട്. ആ ഫ്ലോ എന്ന് കളഞ്ഞി. നീ ബാക്കി പറ. ആ ഒരു മൂഡ് പോയി സാർ. നീ കുപ്പി എടുത്ത് വെച്ചിട്ട് പിന്നെ എന്തുണ്ടായി പറ. കുപ്പി എടുത്തല്ലോ. കുപ്പി എടുത്ത് ഞാൻ തുറന്നു ഒരെണ്ണം അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോല്ലേ സാറേ, എന്റെ ചന്ദ്രിക ഡോറ് തുറന്നു വന്നു. അവളിങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കയ്യില് ക്ലാസ്സിൽ പാലൊക്കെ എടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നു സാറേ. ഞാനത് കണ്ടിട്ട് മധുമോഹന്മത്തനായി പോയി സാറേ. ആകും മധോമതൻ അവനാണ് പ്രതി. ഇവിടെ മുല്ലപ്പൂവിന്റെ സ്മെല്ല് അടിച്ച് ആരാടാ ഉമ്മത്തനാകാത്തത്? അങ്ങനെയല്ല സാറേ, ഞാൻ ആകെ കൂരി തരിച്ചുപോയി. അതന്നെ അതാകും. എന്നിട്ടുണ്ടായി. ഞാനിങ്ങനെ കുപ്പിയും പിടിച്ച് നിൽക്കുന്നത് കണ്ടോണ്ട് അവള് വന്നിട്ട് എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് അവള് തിരിച്ചു നടന്നു സാറേ. ഇവിടെ നീ എന്തിനാടാ ഈ കാതിരാത്രി തന്നെ കുപ്പി എടുത്തത്? അവല്ലേ അവള് പോയത്. നിനക്ക് തിരിച്ചു വിളിക്കണ്ടാവാ. ഞാൻ ടെൻഷൻ കൊണ്ട് എടുത്തല്ലേ സാറേ. ഞാൻ തിരിച്ചു വിളിച്ചു, എന്നെ മൈൻഡ് ചെയ്യാതെ പോയി കളഞ്ഞു സാറേ. ഞാൻ എന്നിട്ട് ആകെ ആ ഒരു വിഷമത്തില് കട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ എനിക്ക് തോന്നി ചന്ദ്രിക ആദ്യമായിട്ട് എന്നെ മണിയറയിൽ കാണുമ്പോ കുപ്പി എടുത്ത് നിൽക്കുമ്പോ അവക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനും വേണ്ടാന്ന് വെച്ചു സാറേ. ഞാൻ എന്നിട്ട് കുപ്പി എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത നേരം അവള് ഡോറ് തുറന്ന് വീണ്ടും വന്നു സാറേ. വീടാവും നശിപ്പിച്ചു. നീ ഇന്നെ രണ്ടാമത് എന്തിനാണ് കുപ്പി എടുത്തത്? സാർ ഞാനത് മാറ്റി വെക്കാൻ എടുത്തതല്ലേ. പക്ഷെ അവൾ എന്റെ അടുത്തേക്ക് മെല്ലെ ഇങ്ങനെ നടന്നു വന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ പേടിച്ച് കുപ്പി മെല്ലെ ഇങ്ങനെ ബാക്കിലോട്ട് ആക്കുമ്പില്ലേ, അവൾ എന്നോട് പറയാ സാറേ അവക്കും കൂടി ഒന്ന് ഒഴിക്കാൻ. ഇവിടെ ഭാഗ്യവാനെ. എനക്കും ഉണ്ട് വീട്ടിലൊരു ഭാര്യ. ഒന്ന് അടിക്കാൻ വേണ്ടി 19 അടവെടുക്കണം ഞാൻ. എന്നിട്ട് എന്നിട്ടെന്താ അവക്കൊന്ന് ഒഴിച്ചു, എനക്കൊന്ന് ഒഴിച്ചു. ഒരൈസ് ഇട്ടു, 2 ഐസ് ഇട്ടു, 3 അടിച്ചു, 4 അടിച്ചു. പിന്നെ ഒന്നും ഓർമ്മയില്ല സാറേ. നശിപ്പിച്ചു. ഇവിടെ നീ അടിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കേൾക്കേണ്ടത്. ഞാനിങ്ങനെ അടിച്ചിട്ടില്ല സാറേ. ഞാനിങ്ങനെ അടിച്ചിട്ടേ ഇല്ല സാറേ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സാറേ. 40-ആം വയസ്സിൽ എന്റെ ചെക്കൻ ഒരു പെണ്ണ് കിട്ടിയത് ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇതിപ്പോ ഒരു ത്രില്ലും ഇല്ലല്ലോ. PC മനസ്സിലാവുന്നില്ലേ? ഭയങ്കര കോംപ്ലക്സ് പിടിച്ച കേസായി പോയി. എന്റെ ചന്ദ്രിക എനിക്കാളെ വേണം സാറേ. എനിക്കാളെ കണ്ടുപിടിച്ചതാ സാറേ. പറയടാ, നീ ഓർത്തു നോക്ക്, നന്നായിട്ടൊന്ന് ഓർത്തു നോക്ക്. നിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വരും. അതാ ഇല്ല സാറേ, നമ്മള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളിങ്ങനെ റൂമിലൊക്കെ അവളെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സാറേ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല സാറേ. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ ചന്ദ്രയില്ല. ഇതിപ്പോ വലിയ കോംപ്ലിക്കേഷൻ ആയല്ലോ. ഇതൊന്നും പിടുത്തവും കിട്ടുന്നില്ല. ആ ത്രില്ലും പോയി. ഓഹോ, രണ്ടും കൂടി ഇന്നലെ വെള്ളമടിയായിരുന്നല്ലേ? എന്റെ പൊന്നു സാറേ, ഇന്നലെ രാത്രി ഞാൻ ഇവരുടെ റൂമിന്റെ അടുത്ത് പോയപ്പോണ്ടല്ലോ, ഭയങ്കര ഒച്ചയും ബഹളവും കളിയും ചിരിയും. എനിക്കാണെങ്കിൽ അത് കേട്ട് സഹിച്ചില്ല. ഞാനാണെങ്കിൽ ആ ഡോറിനിട്ട് 2 ചവിട്ടം കൊടുത്തു. ഇവിടെ ഒരുത്തനുണ്ട്, കേണല് കിഴങ്ങൻ, ഒരു കാശിനും കൊള്ളത്തില്ല. എന്റെ ബലമായ സംശയം ഇവൻ അവളെ എന്തോ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ലേ ഞങ്ങൾ ഈ ചോദിച്ചിട്ടിരിക്കുന്നത്. നീ എന്താടാ ചെയ്തത്?
ഒന്ന് പറയടാ. നീ എന്താ പറഞ്ഞത്? ഡോറിന് ചവിട്ടിയോ? കിട്ടി സാറേ, കുട്ടീനെ കിട്ടി. വാണം വിട്ടതുപോലെ ഓടുന്നത്. എന്റെ ചന്ദ്രി, എടാ അതിനെടുത്ത് പെട്ടിക്കെടുത്ത് അതിനെടുക്ക്. ചന്ദ്രി, ചന്ദ്രി, അമ്മയൊന്ന് ചന്ദ്രി, കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കേ. വെള്ളക്ക് ചന്ദ്രി, മോളെ മോളെ എണീക്ക് ചന്ദ്രി. കണ്ണു തുറന്നേ. മോളെ ഒന്നുമില്ല. അമ്മ ചന്ദ്രി കണ്ടു. ഒന്നുമില്ല കേട്ടോ. ചന്ദ്രി, എന്താ ഉണ്ടായത്? ഞാൻ പറയാം സാർ. നീ ഒന്നും പറയണ്ട, നീ അത് മാറിക്ക്. നീ പറ മോളെ, നീ അവനെ നോക്കണ്ട, പറയ്. പറ മോളെ, എന്താ ഉണ്ടായത് നീ അങ്ങ് പറ. അമ്മേ, ഇന്നലെ രാത്രി ഡോറിന് മുട്ടുന്ന സൗണ്ട് കേട്ടപ്പോ ഈ ഏട്ടനാ പറഞ്ഞു എന്നോട് അലമാരിയിൽ കയറി ഒളിക്കാനായിട്ട്. റെയ്ഡാണെന്ന്. എടാ സുമേഷേ, ഇതാണോ നിന്റെ ആദ്യ രാത്രി?